വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റുഡിയോ എവിടെ നോക്കിയാലും സ്റ്റുഡിയോ മയമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡിയോ പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ ഡ്രസ്സ് ചെരുപ്പൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ചെരുപ്പ് കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം, ഉള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പക്ഷേ നിങ്ങളിത് ഈ സാധനം എടുക്കുകയേ ചെയ്യരുത്. ഇത് ലിപ് ലൈനറാണ്. ഈ ലിപ് ലൈനർ എൻ്റെ അമ്മോ 99 രൂപയാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ പോലും ഒരു രൂപയുടെ ഗുണം പോലും ഇല്ലാത്ത സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇത് ഫുൾ ഹോളാണ്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ള പെൻസിൽ എല്ലാം കൂടെ വന്ന് ഈ ക്യാപ്പിൻ്റെ അകത്ത് കയറി ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അടിച്ചും പിടിച്ചും ഒക്കെ നോക്കി വരണില്ല, സ്ലൈഡിട്ട് കുത്തി തോണ്ടി എടുത്ത് നോക്കി വരണില്ല. പിന്നെ ഞാൻ ഈ ക്യാപ്പിന് മേശപ്പുറത്തിട്ട് കമത്തിയിട്ട് 2 അടി അടിച്ചപ്പോഴാണ് ഇത് ഇളവി വന്നത്. ഇളവി വന്നിട്ട് ഇത് കൈ ഫുള്ളും കണ്ടല്ലോ. ഇത് ഞാൻ ഇപ്പം നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ തുമ്പ് ഫുള്ളും ഇളവി ഈ ക്യാപ്പിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഞാൻ എന്നെ വലിച്ചെടുത്ത്. ഒട്ടും കൊള്ളില്ലാത്ത സാധനമാണ്. ഫുൾ ഇങ്ങനെ നമ്മൾ തൊട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കൈ ഫുള്ളും ഇങ്ങനെ ആവും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ സാധനം മേടിക്കുകയും ചെയ്യരുത്. ഇത് വെറും അഴുക്ക പ്രോഡക്റ്റാണ്. ഇത് 99 രൂപയേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഒട്ടും കൊള്ളൂല. അത് നമ്മളിപ്പോൾ 100 രൂപയായാലും നമ്മളതിൽ വെറുതെ കിടക്കണില്ലല്ലോ. അപ്പം നിങ്ങൾ ആരും പോയി ഈ സാധനം വാങ്ങിക്കരുത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലിപ് ബാമാണ്. ഇതും കൊള്ളൂല. ഇതിൻ്റെ ഭയങ്കര ഒരു വല്ലാത്ത തലപ്രാന്ത് പറഞ്ഞ സ്മെല്ലാണ്. സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കരുത്. സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചോ. സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരൊന്നും ഈ സാധനം പോയി എടുക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഒരു 79 രൂപ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഒരു 100 രൂപയ്ക്കകത്തേ ഉള്ളൂ. പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചുണ്ടിമേൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. അത് ഞാൻ വാങ്ങിച്ചത് ഒരു ഐലൈനറാണ്. ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ എഴുതി കുറച്ച് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് കൈ വല്ലതും കയറി തട്ടണമെങ്കിൽ അങ്ങ് മാഞ്ഞു പോവും. പിന്നെ കുഴപ്പമില്ല. ഇത് 100 രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, എന്നാലും പ്രശ്നമില്ല. അതിന് കുറേ ഹെയർ ആക്സസറീസ് ഇങ്ങനെ പണ്ടത്തെ സിനിമാ നടികളൊക്കെ ഇങ്ങനത്തെ സാധനം ഇടൂലേ, ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതുപോലത്തെയൊക്കെ കോംബോ ആയിട്ട് കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടെ 100 രൂപയാണ്. ഇത് നല്ല സാധനമാണ്. പിന്നെ സ്ലൈഡ്, ബണ്ണ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതെല്ലാം അടിപൊളിയാണ്. പിന്നെ നല്ല ഒരുപാട് ചെരുപ്പുകളെ കളക്ഷനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചൊരു ചെരുപ്പാണ്. ഇത് വന്നിട്ട് 300 രൂപയാണ്. നല്ല അടിപൊളി സൂപ്പർ ചെരുപ്പാണ്. പിന്നെ ഷൂ ഒക്കെ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഓടിച്ചെന്നോ, അവിടെ അടിപൊളി ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക് കുഴപ്പമില്ല. ലിപ് ലൈനർ, ലിപ് ബാം, ഐലൈനർ അങ്ങനത്തെ ബ്യൂട്ടി ഐറ്റംസ് ഒന്നും മാക്സിമം എടുക്കാതിരിക്കുക. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.